ലെറ്റ്സ് ഇംഗ്ലീഷ് ടിപ്സ്. ലെറ്റ്സ് ഇംഗ്ലീഷ് ടിപ്സിലേക്ക് PSC എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഇംഗ്ലീഷ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് PSC എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന അതിൽ ഏത് ലെവൽ എക്സാമിനേഷൻ ആയിക്കൊള്ളട്ടെ, ചിലപ്പോൾ 10th പ്രിലിമിനറി അല്ലെങ്കിൽ 10th ലെവൽ മെയിൻസ് എക്സാമിനേഷൻ ആവാം, അല്ലെങ്കിൽ എന്ത് വരാം നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആവാം, +2 ലെവൽ എക്സാമിനേഷൻ ആവാം, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ PG ലെവൽ എക്സാമിനേഷൻ ആവാം, ഏത് ലെവലുള്ള എക്സാമിനേഷൻ ആയിക്കൊള്ളട്ടെ. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളിപ്പോൾ PSC SCERT ടെക്സ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ SCERT ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏത് PSC എക്സാമിനേഷൻ എഴുതാൻ പോകുന്നവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ ലെറ്റ്സ് ഇംഗ്ലീഷ് ടിപ്സ് എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ക്ലാസ്സുകളും SCERT ടെക്സ്റ്റിലെ ഇംഗ്ലീഷിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ്സാണ് നമ്മൾ ഇതിലൂടെ കൊടുക്കുന്നത്. SCERT സിലബസ് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ടാഗിന്റെ ക്ലാസ് ആണത്. അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്നും എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ എക്സാമിനേഷൻ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗ് ആവശ്യമുണ്ട് അല്ലേ. സോ നമുക്ക് അതിന്റെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം പറയാം. നമ്മൾ ലെറ്റ്സ് എഡ്യൂ ടിപ്സിൽ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ടാഗിൽ 3 എപ്പിസോഡുകളായിട്ട് നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്ന് അറിയത്തില്ലാത്തവർ ആ ക്ലാസ് കാണുക. കണ്ടതിന് ശേഷം ഇത് കണ്ടാൽ അവർക്ക് വളരെ ഈസി ആയിരിക്കും. ഇനി നിങ്ങൾക്ക് മെനക്കെട്ട് നോക്കി തപ്പിയെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ കാണാൻ സാധിക്കും അല്ലേ. ചിലർക്കാണെങ്കിൽ ഭയങ്കര മെനക്കേടാണ് തപ്പി കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ലിങ്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നത്. ഓക്കെ, ഇനി നല്ലതുപോലെ അറിയാവുന്നവരാണെങ്കിൽ അവർക്കിത് പെട്ടെന്ന് ഫോളോ ചെയ്യാൻ പറ്റും. എന്താണെങ്കിലും ഞാൻ പെട്ടെന്ന് 1-2 റൂൾസ് പറയാം. ക്വസ്റ്റ്യൻ ടാഗ് നമുക്കറിയാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് എന്താവണം, നെഗറ്റീവ് ആവണം. ഇനി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ എന്ത് വരും, ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പം നെഗറ്റീവും പോസിറ്റീവും ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് ആ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം ഞാൻ ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകുവാണ്. സി ദ പ്രിൻസിപ്പൽ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. പിന്നെ നിങ്ങൾക്കറിയാം ഓക്സിലിയറി വെർബ് ഉണ്ടെങ്കിൽ ഓക്സിലിയറി വെർബ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടാഗ് ക്രിയേറ്റ് ചെയ്യുന്ന. മെയിൻ വെർബ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓക്സിലിയറി വെർബ് കണ്ടെത്തണം അല്ലേ. ഇവിടെ നോക്കി, ദ പ്രിൻസിപ്പൽ ഹാസ് ചേഞ്ച്ഡ് ഹിസ് ഡിസിഷൻ. ഇവിടെ നമുക്ക് ഓക്സിലിയറി വെർബ് ഉണ്ട്, ഹാസ് ആണ് അല്ലേ. ഹാസ് ചേഞ്ച്ഡ് മെയിൻ വെർബാണ്, സപ്പോർട്ടിംഗ് വെർബാണ് ഏത്, ഹാസ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. ഇനി സബ്ജക്റ്റ് ദ പ്രിൻസിപ്പൾ ആണ്. സബ്ജക്റ്റ് അതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗിൽ എഴുതുവല്ല ചെയ്യുന്നത്, പകരം എന്ത് എഴുതണം, പ്രൊനൗൺ വേണം എഴുതാൻ. ഇത് പ്രിൻസിപ്പളിന് പകരം നമുക്ക് ഹി എന്ന പ്രൊനൗൺ യൂസ് ചെയ്യാം. അപ്പം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ടാഗിനെ നെഗറ്റീവ് ആക്കി. നെഗറ്റീവ് ആക്കാൻ എന്താ ചെയ്യുന്നത്, ഓക്സിലറി വെർബിനോട് കൂടി നോട്ട് ആഡ് ചെയ്തപ്പോൾ എന്തായി, ഹാസിൻ്റെ ആയി. പിന്നെ പ്രൊനൗൺ യൂസ് ചെയ്തു. കണ്ടോ, ഹാസിൻ ഹി എന്നുള്ളതാണ് ടാഗ്. നെക്സ്റ്റ്, ദ ഗ്രാൻഡ് ഫാദർ ഹാസ് ദ മണി. ഇതിനകത്ത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ടാഗ് എന്താണെങ്കിലും നെഗറ്റീവ് ആകും. ഇനി ഓക്സിലിയറി വെർബ് ഉണ്ടോ എന്ന് നോക്കി. ഓക്സിലിയറി വെർബ് നിങ്ങൾ പറയും ഹാസ് എന്ന് പറയും, പക്ഷേ ഇല്ല. കാരണം എന്താണ്, ഇവിടെ ഒരു മെയിൻ വെർബ് ഇല്ല, സപ്പോർട്ട് ചെയ്തല്ല ഇത് നിൽക്കുന്നത്. അപ്പം ഹാസ് എന്താണ്, ഹാസ് ആണ് മെയിൻ വെർബ് അല്ലേ. അപ്പോൾ ഹാസിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്താവും, ഡസ് പ്ലസ് ഹാസ് കിട്ടും, ഡസ് പ്ലസ് ഹാവ് കിട്ടും അല്ലേ. അതാണ് ഹാസ്, ഡസ് പ്ലസ് ഹാവ് ആണ് ഹാസ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡസ് എന്ന് പറഞ്ഞ ഒരു ഓക്സിലിയറി വെർബ് കിട്ടി. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് എന്ത് ചെയ്തു, ഡസിനെ നമ്മൾ പ്ലസ് നോട്ട് ചേർത്തപ്പോൾ എന്തായി, ഡസിൻറ്റ് ആയി. ഇനി ഗ്രാൻഡ് ഫാദറിന് പകരം യൂസ് ചെയ്യാൻ കഴിയുന്ന പ്രൊനൗൺ ഏതാണ്, ഹി ആണ്. ഡസിൻറ്റ് ഹി എന്നുള്ളതാണ് ഇവിടെ ആൻസർ. നെക്സ്റ്റ് കേസ്, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ദാ ഇവിടെ നോട്ട് കിടന്നപ്പോൾ നമുക്ക് മനസ്സിലായി നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എന്താ എടുത്തത്, ഇറ്റ്സ് നോട്ട് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ. ഇവിടെ നമുക്ക് ഇറ്റ്സ് എന്ന് പറയുന്ന ഇറ്റ് ഈസ് ആണ്. സോ എന്ത് ചെയ്യാം, ഈസ് ഇറ്റ് അല്ലേ, ഈസ് ഇറ്റ് ആണ് ഇവിടെ ടാഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഈസ് ഇറ്റ്. നെക്സ്റ്റ് നോക്കിയേ, ഇത് കുട്ടികളുടെ പുസ്തകത്തിൽ അവർക്ക് എക്സസൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗമാണ്. ഹി സംടൈംസ് റീഡ് ദ ന്യൂസ് പേപ്പർ. ഓപ്ഷൻ ഡോൺ ഹി, ഡസിൻ ഹി, ഡസ് ഹി. ഹി സംടൈംസ് റീഡ് ന്യൂസ് പേപ്പർ. സ്റ്റേറ്റ്മെന്റ് നമുക്കറിയാം പോസിറ്റീവ് ആണ്. അപ്പോൾ ഓഫ് കോഴ്സ് എന്ത് ആകുള്ളൂ, നെഗറ്റീവായിട്ട് ആകെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്കങ്ങ് എലിമിനേറ്റ് ചെയ്യാം. ഡോൺ ഹിയും ഉണ്ട്, ഡസിൻ ഹിയും ഉണ്ട്. ഇനി നമ്മൾ ഓക്സിലിയറി വെർബ് നോക്കി, ഓക്സിലിയറി വെർബ് ഇല്ല. അപ്പം മെയിൻ വെർബ് എടുത്തു. മെയിൻ വെർബ് ഏതാ വരുന്നത്, റീഡ്സ് ആണ്. റീഡ്സിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡസ് പ്ലസ് റീഡ് വരും. അപ്പോൾ അതാ നമുക്ക് ഡസ് ഉണ്ട്. അപ്പോൾ ഡോണ്ട് അല്ലെന്ന് മനസ്സിലായി, അതും കളഞ്ഞു. അപ്പോൾ എന്ത് വരും, ഡസിൻ്റെ ഹി എന്നുള്ളതാണ് ഇവിടെ ആൻസർ അല്ലേ. ഡസിൻ്റെ ഹി ആണ് ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ് കേസ് നോക്കി, ഐ തിങ്ക് ഹി ഈസ് ഫ്രം മാൽദീവ്സ്. ഇത് PSCയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ചില വർഷങ്ങളിൽ നമുക്ക് ഐ തിങ്ക് വെച്ച് ചോദിക്കും. ഐ തിങ്ക് വെച്ച് ചോദിക്കുമ്പോൾ അവിടെ ഒരു റൂൾ ഉണ്ട്, ഇപ്പോൾ പറഞ്ഞു തരാം.
ഓപ്ഷൻ നോക്കിയേ, ഡസൻറ്റ് ഹി, ഡോണ്ട് ഐ, ഈസ് ഇൻ ഹി. ഐ തിങ്ക് വെച്ച് നോക്കുമ്പം ഈ ഐ തിങ്ക് എന്നുള്ള ഭാഗത്തിന്റെ ടാഗ് ക്രിയേറ്റ് ചെയ്യരുത്. അതായത് തിങ്കിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പോകരുത്. ബാക്കിയുള്ള പാർട്ട് നോക്കുക, ഹീ ഈസ് ഫ്രം മാൽദീവ്സ് എന്നുള്ളതാണ് അല്ലേ വരുന്നത്. ഐ തിങ്ക് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, അതങ്ങ് വിട്ടേക്കുക. എന്നിട്ട് ഹീ ഈസ് ഫ്രം മാൽദീവ്സ് നോക്കുക. അപ്പോൾ എന്ത് വരും? ഹി ഈസ് ഫ്രം മാൽദീവ്സ് അല്ലേ. അപ്പോൾ നമുക്ക് എന്താ വരണ്ടേ? ഹി അപ്പോസ്ട്രോഫി എസ് എഴുതിയിരിക്കുന്നത് ഹി ഈസ് ആണ് അല്ലേ. ഇപ്പോൾ ഓക്സിലറി കിട്ടി, ഈസ് നമുക്ക് അവിടെ കിട്ടി. പിന്നെന്താ വേണ്ടേ? പോസിറ്റീവോ നെഗറ്റീവോ നോക്കിയപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നെഗറ്റീവ് ആക്കണം. അപ്പം ഓക്സിലറി ഈസ് അവിടെ കിട്ടിയത് കൊണ്ട് ഇതെല്ലാം എലിമിനേറ്റ് ചെയ്യാം. ആൻസർ എന്ത് വരും? ഈസ് ഇൻ ടു ഹി എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഐ തിങ്ക് വന്നാൽ ആ ഐ തിങ്ക് അങ്ങ് ഉപേക്ഷിച്ച് ബാക്കിയുള്ള ഭാഗത്തിന് ടാഗ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്, ഡു യു, ആമിൻറ്റ് യു, വിൽ യു അല്ലേ. ഡോണ്ട് ടോക്ക് വൈൽ ഐ ആം ടീച്ചിങ്, ഇറ്റ്സ് എ എന്താണ്? ഓർഡർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്താണ്? ഇറ്റ്സ് ആൻ ഓർഡർ. സോ ഇതെന്താണ്? ഇത് ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ഇംപറേറ്റീവ് സെന്റൻസിന്റെ ടാഗ് ഒന്നില്ലെങ്കിൽ വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു എന്നാണ് നമ്മൾ ജനറൽ ആയിട്ട് പഠിച്ചു വെക്കുന്നത്. ചില എക്സെപ്ഷൻസ് ഉണ്ട്, അത് നമുക്ക് മറ്റേ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ നമുക്ക് വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു ഞാൻ പറഞ്ഞു. സോ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനകത്ത് വിൽ യു ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ ആൻസർ. നെക്സ്റ്റ്, ലെറ്റ്സ് ഗോ സ്വിമ്മിങ്. ലെറ്റസ് സ്റ്റാർട്ട് ചെയ്യുന്ന സെന്റൻസിന്റെ ടാഗ് എപ്പോഴും എന്തായിരിക്കും? ഷാൾ വി ആയിരിക്കും. അതാണ് അതിന്റെ റൂള്. ഓപ്ഷനകത്ത് ആരിൻ വി, ലെറ്റ് വി, ഷാൾ വി. ഷാൾ വി ഉള്ളത് കൊണ്ട് എന്ത് വന്നു? ഷാൾ വി ആണ് ആൻസർ. ഇനി നെക്സ്റ്റ് നോക്കിയേ, പാസ് മീ ദ സാൾട്ട്. പാസ് മീ ദ സാൾട്ട് വെർബിൽ തുടങ്ങിയിരിക്കുന്നു, ഇംപറേറ്റീവ് സെന്റൻസ് ആണ്. ടാഗ് എന്താണ്? വിൽ യു അല്ലെങ്കിൽ വോണ്ട് യു. ഓപ്ഷൻ നോക്കൂ, ഡു യു, വോണ്ട് യു, ആർ യു. അപ്പോൾ വോണ്ട് യു ഉള്ളത് കൊണ്ട് നമുക്ക് അത് ടിക്ക് ചെയ്യാം. നെക്സ്റ്റ്, he could have bought a new car. He could have bought a new car. Couldn't he, haven't he, could he. ഇതിൽ ഓക്സിലറി വെർബ് ഉണ്ടോ നോക്കിയേ. he could have bought a new car. രണ്ട് ഓക്സിലറി കാണാം, കുഡും ആവാം, ഹാവും വരാം. പക്ഷെ ഇങ്ങനെ രണ്ട് ഓക്സിലറി വെർബ് വരുമ്പം ആദ്യം വരുന്ന ഓക്സിലറി വെർബ് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? ടാഗ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്, എന്ത് ചെയ്യണം? ടാഗ് നെഗറ്റീവ് വരണം. couldn't he എന്നതാണ് എന്ത് ഇവിടെ ടാഗ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, the girl won't sing in the party. The girl won't sing in the party. Options, does she, will she, do she. സെന്റൻസ് കണ്ടപ്പോൾ മനസ്സിലായി. വോണ്ട് നെഗറ്റീവ് സെന്റൻസ് ആണ്, ടാഗ് എന്തേ ആവുള്ളൂ? പോസിറ്റീവേ ആവുള്ളൂ. വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട്. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി എന്തുണ്ട്? നമുക്കിവിടെ ഓക്സിലറി വെർബ് ഉണ്ട്. സോ വിൽ ഷീ ആണ് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടുക. നെക്സ്റ്റ്, ഹി വെന്റ് ഓൺ എ ടൂർ. ആറിൻ ഹി, ഡിഡിൻ ഹി, ഡോൺ ഹി. ഹി വെന്റ് ഓൺ എ ടൂർ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ടാഗ് നമുക്ക് എന്തില്ല? ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബ് വെന്റ് ആണ്. വെന്റിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഡിഡ് പ്ലസ് ഗോ. സോ എന്ത് ചെയ്തു? ഡിഡിൻറ്റ് ഹി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ്, യു ആർ ആൻ ഇന്ത്യൻ. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് ഒന്നും തന്നിട്ടില്ല. യു ആർ ആൻ ഇന്ത്യൻ. ഇവിടെ നോക്കിയേ, നമുക്ക് ആർ ഇവിടെ ഉണ്ട്. ദെൻ അതിനോട് കൂടി എന്ത് വേണം? യു ആർ ആൻ ഇന്ത്യൻ അല്ലേ. അപ്പോൾ നമുക്ക് ആർ അവിടെ കിട്ടി. ഇനി എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കി ടാഗ് നെഗറ്റീവ് ആണ് ആക്കേണ്ടത്. അപ്പോൾ എന്ത് വരും? ആരിൻറ്റ് യു അല്ലേ. ആരിൻറ്റ് യു എന്നതാണ് ടാഗ്. നെക്സ്റ്റ് നോക്കിയേ, ഐ ആം ലേറ്റ്. ഐ ആം ലേറ്റ് ഇതിന്റെ ടാഗ് ഐ ആം പോസിറ്റീവ് കേസിൽ വന്ന ടാഗ് എപ്പോഴും എന്തായിരിക്കും? ആയിരിക്കും വരിക. ഐ ആം പോസിറ്റീവ് ആണെങ്കിൽ ആം നോട്ട് ഐ എന്ന് പറയില്ല, ആറിൻറ്റ് ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആറിൻറ്റ് ഐ. ഇതൊക്കെ നിങ്ങൾ മറ്റേ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ബോയ് ഈസ് ഫ്രം കോട്ടയം പോസിറ്റീവ് ആണ്. ദ ബോയ് ഈസ് ഫ്രം കോട്ടയം അല്ലേ. ഈസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ വേണ്ടത്? ദ ബോയ്ക്ക് പകരമുള്ള പ്രൊനൗൺ വരുമ്പോൾ എന്തായി? ഈസിൻറ്റ് ഹി. ഓക്കെ, ഈസിൻറ്റ് ഹി. നെക്സ്റ്റ്, ഹി വിൽ നെവർ നോ. ഹി വിൽ നെവർ നോ. ഇവിടെ നോക്കിയേ, നെവർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ് അല്ലേ, നെവർ. അപ്പോൾ നമുക്ക് സെന്റൻസ് നെഗറ്റീവ് ആണ്, ടാഗ് പോസിറ്റീവ് ആക്കണം അല്ലേ. ടാഗ് പോസിറ്റീവ് ആക്കാൻ എന്ത് വരും? ഹി വിൽ നെവർ നോ എന്നുള്ളതാണ് വിൽ ഹി. ഓക്കെ, വിൽ ഹി ആണ് ആൻസർ കിട്ടുക. നെക്സ്റ്റ്, ആൻ ഹാസ് ക്ലീൻ ദ പ്ലേറ്റ്. ഹാസ് ഇവിടെ ഉണ്ട്. സോ എന്ത് വരാം? ആൻ ലേഡി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാസിൻറ്റ് ഷീ. ഓക്കെ, ഹാസിൻ ഷീ. നെക്സ്റ്റ്, അനു ആൻഡ് മനു വിൽ അറൈവ് ടുമോറോ അല്ലെ. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. സബ്ജക്ട് എന്താണ്? അനു ആൻഡ് മനു, അതായത് പ്ലൂറലാണ്. അപ്പോൾ നമുക്ക് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊനൗൺ ദേ ആണ്. സോ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? വിൽ പ്ലസ് നോട്ട് വോണ്ട്. വോണ്ട് ദേ എന്നുള്ളതാണ് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ആയി കിട്ടുക. നെക്സ്റ്റ്, വിവേക് പ്ലേഡ് ഫുട്ബോൾ യെസ്റ്റർഡേ. ഓക്സിലറി ഇല്ല, പ്ലേഡിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ എന്തായി? ഡിഡ് പ്ലസ് പ്ലേ ആണ്. ദെൻ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. വിവേക് ആണ് സബ്ജക്റ്റ്. സോ എന്ത് വന്നു? ഡിഡിൻറ്റ്
he അല്ലേ, didn't he. നെക്സ്റ്റ് ഐ ആം നോട്ട് ടു ഏർലി, ഇത് നെഗറ്റീവ് സെന്റൻസ് ആണ് അല്ലെ, നോട്ട് ഉണ്ട്. ഞാൻ പറഞ്ഞു ഐ ആം എന്നുള്ളത് പോസിറ്റീവ് ആയിട്ട് വരുവാണെങ്കിൽ ടാഗ് എപ്പോഴും ആറിൻറ്റൈ ആയിരിക്കും. ഐ ആം നെഗറ്റീവിൽ വന്നു കഴിഞ്ഞാൽ ആം ഐ ആയിരിക്കും ടാഗ്. സോ എന്താണ്, ആം ഐ എന്നുള്ളതാണ് ഇവിടെ ടാഗ്. നെക്സ്റ്റ് യു ഹാവ് ബ്രോട്ട് ഓൾ ദ ഡോക്യുമെന്റ്സ്, യു ഹാവ് ബ്രോട്ട് ഓൾ ദ ഡോക്യുമെന്റ്സ്, ഹാവിൻറ്റ് യു, ഇത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഹാവിൻറ്റ് യു. ദെൻ നെക്സ്റ്റ് നോക്കിയേ, I will have a talk with your father. I will have a talk with your father. I will പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ എന്ത് വരിക, want I എന്നുള്ളതാണ് എന്താ ഇവിടെ ടാഗ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ 10th അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പുസ്തകത്തിലെ ക്വസ്റ്റ്യൻ ടാഗാണ് ഇതിൽ കണ്ടത്. ഇനി നമുക്ക് ഒരു ചെറിയ പാർട്ടും കൂടി പഠിക്കാം. അതും 10th തന്നെയുള്ളതാണ്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. അതിൽ പ്രിഫിക്സ് അവർ തന്നിട്ടില്ല, സഫിക്സിന്റെ കുറച്ചുണ്ട്, അതുകൂടി നോക്കാം. സഫിക്സ് എന്താ നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. സഫിക്സ് എന്ന് പറയുന്നത് എന്താണ്, സഫിക്സ് ഈസ് an affix which is placed after the stem word, or suffix is an affix which is placed after the root word. റൂട്ട് വേർഡിന് ശേഷം ചേർക്കുന്ന എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത് സഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് വേർഡിന് മുൻപ് ചേർക്കുന്നതാണ് എന്താ നമ്മൾ പ്രിഫിക്സ് പറയുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് നമുക്കൊരു വേർഡ് തന്നിട്ടുണ്ട്, വേർഡ് റെഫ്യൂസൽ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇതിന്റെ റൂട്ട് വേർഡ് കണ്ടെത്തുക. റെഫ്യൂസൽ എന്ന് പറയുന്നതിന്റെ റൂട്ട് വേർഡ് എന്താ വരിക, അത് റെഫ്യൂസ് ആണെന്ന് നമുക്കറിയാം അല്ലെ, റെഫ്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ സഫിക്സ് ഏതാണ്, എ എൽ എന്നുള്ളതാണ് അല്ലെ. സഫിക്സ് എ എൽ ആണ് സഫിക്സ് വരിക. റെഫ്യൂസ് പ്ലസ് എ എൽ ആണ് എന്താവുക, റെഫ്യൂസൽ ആവുക. നെക്സ്റ്റ് എനർജൈസ്, എനർജൈസ് നിങ്ങൾക്ക് അറിയാം, എനർജി എന്നുള്ളതാണ് എന്താ റൂട്ട് വേർഡ് അല്ലെ. എനർജി ആണ് റൂട്ട് വേർഡ്. എനർജി പ്ലസ് ISC അതാണ് എന്താവുന്നത്, എനർജൈസ്. സോ ISC എന്നുള്ളത് സഫിക്സ് ആണ്. നെക്സ്റ്റ് റേസിസം, റേസിസം അറിയാം, റേസ് എന്നുള്ളതാണ് എന്താ റൂട്ട് വേർഡ്. ദെൻ റേസ് പ്ലസ് ഇസം ആണ് എന്താവുന്നത്, റേസിസം. ISM സഫിക്സ് വന്നു. നെക്സ്റ്റ് ഫ്രീഡം, റൂട്ട് വേർഡ് എന്താ വരിക, ഫ്രീ ആണ് അല്ലെ റൂട്ട് വേർഡ്. ദെൻ ഡം എന്നുള്ളത് എന്താണ്, സഫിക്സ് ആണ്. നെക്സ്റ്റ് മ്യൂസിക്കൽ, മ്യൂസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക് ആണ് എന്താ റൂട്ട് വേർഡ്. ദെൻ സഫിക്സ് എന്താ വരിക, AL, മ്യൂസിക്കൽ. ഓക്കെ, നെക്സ്റ്റ് ത്രട്ടൺ, ഇത് വളരെ സിമ്പിൾ ആണ് കേട്ടോ. ത്രട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് വേർഡ് എന്താണ്, ത്രട്ടാണ്. ത്രട്ട് പ്ലസ് EN ആണ് എന്താകുന്നത്, ത്രട്ടൺ. സോ EN എന്ന് പറയുന്ന സഫിക്സ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, ക്രിയേറ്റീവ് അല്ലെ, ക്രിയേറ്റ് എന്നുള്ളതാണ് റൂട്ട് വേർഡ്, ക്രിയേറ്റ്. സോ ക്രിയേറ്റ് പ്ലസ് IVE, ക്രിയേറ്റീവ്. സോ ക്രിയേറ്റീവ് IVE എന്നുള്ളത് എന്താണ്, അത് സഫിക്സ് ആണ്. നെക്സ്റ്റ് പ്രൊട്ടക്റ്റർ, പ്രൊട്ടക്റ്ററിനകത്ത് എന്ത് വരും, പ്രൊട്ടക്റ്റ് എന്ന് പറയുന്നത് റൂട്ട് വേർഡ് ആണ്, പ്രൊട്ടക്റ്റർ അല്ലെ. OR എന്താണ്, സഫിക്സ് ആണ്. ഇത്രയേ ഉള്ളൂ. റൂട്ട് വേർഡിനോട് കൂടിയിട്ട് അതിന് ശേഷം ചേർക്കുന്ന അഫിക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സഫിക്സ് എന്ന് വിളിക്കുക. ഓക്കെ, നെക്സ്റ്റ് ആർഗ്യുമെന്റ് അല്ലെ. ആർഗ്യുമെന്റ് നമുക്കറിയാം, റൂട്ട് വേർഡ് ഏതാ വരിക, ആർഗ്യൂ ആണ് റൂട്ട് വേർഡ് അല്ലെ. ആർഗ്യൂ പ്ലസ് മെന്റ് ആണ് എന്താവുന്നത്, ആർഗ്യുമെന്റ്. സോ സഫിക്സ് എന്താണ്, മെന്റ് ആണ്. നെക്സ്റ്റ് ഡിഫിഡൻസ്, ഡിഫൈഡ് എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ് വരുന്നത്. ഡിഫൈഡ് എന്നുള്ളതാണ് റൂട്ട് വേർഡ് അല്ലെ. ഡിഫൈഡിന്റെ കൂടെ നമുക്കറിയാം എന്തും കൂടി ചേർത്തു, ENCയും കൂടി വന്നപ്പോൾ എന്തായി, അത് ഡിഫിഡൻസ് ആയി. നെക്സ്റ്റ് എൻലൈറ്റൻ, എൻലൈറ്റൻ നിങ്ങൾക്കറിയാം, ഇവിടെ എൻലൈറ്റ് എന്നുള്ളതല്ല റൂട്ട് വേർഡ്. റൂട്ട് വേർഡ് എന്താ പറയുന്നത്, ലൈറ്റ് ആണ് വരുന്നത്. ഈ EN എന്താണ്, അത് പ്രിഫിക്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് റൂട്ട് വേർഡ് കിട്ടുന്ന എന്താണ്, ലൈറ്റ് ആണ്. ലൈറ്റിന്റെ കൂടെ പ്രിഫിക്സ് ആയിട്ടുള്ള EN ചേർക്കുമ്പോൾ എൻലൈറ്റ് ആയി. സഫിക്സ് എന്താ വരുന്നത്, EEN, ലൈറ്റൻ അല്ലെ, എൻലൈറ്റൻ. നെക്സ്റ്റ് ഓക്വേർഡ്നെസ്, ഓക്വേർഡ്നെസ് നമുക്കറിയാം, ഓക്വേർഡ് എന്നുള്ളതാണ് എന്താ റൂട്ട് വേർഡ്, നെസ് അല്ലെ, NESS സഫിക്സ് ആണ്. അതുപോലെ ഓർഗനൈസേഷൻ, ഓർഗനൈസ് എന്ന് പറയുന്നതാണ് റൂട്ട് വേർഡ് വരുന്നത്. പിന്നെ എന്താണ്, ATION, ഏഷ്യൻ എന്ന് പറയുന്നത് എന്താണ്, അത് സഫിക്സ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ചിലപ്പോൾ നമ്മളോട് ഇതുപോലെ സഫിക്സും പ്രിഫിക്സും ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ സഫിക്സ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. റൂട്ട് വേർഡിന് ശേഷം ചേർക്കുന്നതിനെ സഫിക്സ് എന്നും റൂട്ട് വേർഡിന് മുൻപ് ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്ന് വിളിക്കാം. എൻലൈറ്റിനകത്ത് സഫിക്സും ഉണ്ട് പ്രിഫിക്സും ഉണ്ട്. EN പ്രിഫിക്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ EN ഇവിടെ കണ്ടോ, എൻലൈറ്റൻ, EN എന്താണ് സഫിക്സ് ആണ് വരുന്നത്. ഓക്കെ, ലൈറ്റ് എന്നുള്ളതാണ് റൂട്ട് വേർഡ് വരിക. അതുപോലെ തന്നെ നമുക്കറിയാം എൻകറേജ്മെന്റ് അല്ലെ, കറേജ്, എൻകറേജ്മെന്റ്. ഇവിടെ കറേജ് ആണ് റൂട്ട് വേർഡ്, മെന്റ് സഫിക്സ് ആണ്. N എന്ന് പറയുന്നത് എന്താണ്, അത് പ്രിഫിക്സ് ആണ്. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് പ്രിഫിക്സും സഫിക്സും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. അറിയത്തില്ലാത്തവർക്ക് ലെറ്റ്യൂസ് എഡ്യൂ ടിപ്സിൻ്റെ ജനറൽ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചെന്നാൽ അവിടെ നമ്മൾ സഫിക്സിൻ്റെയും പ്രിഫിക്സിൻ്റെയും ക്ലാസ് ചെയ്തിട്ടുണ്ട്. വേർഡ് ഫോർമേഷനകത്ത് വരുന്ന ഭാഗമാണ്, അത് പഠിച്ചു വെക്കുക. നമുക്കിത് വേർഡ് ഫോർമേഷനകത്ത് തന്നെ പഠിക്കേണ്ടതാണ് നമ്മുടെ സിലബസിലും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത SCERT ടോപ്പിക്സുമായിട്ട് നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ഇതിൽ ക്ലാസ് എന്ന് ഞാൻ പറഞ്ഞു. രാവിലെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേ ദിവസം 7 മണിക്ക് തന്നെ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്യും. ജനറലി ഞാൻ ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ചിരുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങൾ രാവിലെ 7 മണിക്കാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. എന്തെങ്കിലും കാരണവശാൽ രാവിലെ എനിക്ക് 7 മണിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അന്നേ ദിവസം വൈകുന്നേരം 7 മണിക്ക് ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്